ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? രാവിലെ തന്നെ എണീറ്റ് ടെന്റ് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോണ്ടായി കഴിച്ചിട്ടത്. പുറത്താണെങ്കിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞുമലേനൊക്കെ മൂടി വെച്ചിട്ടാണ് ഇപ്പൊ കോട നിൽക്കുന്നത്. ടെന്റിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കുമ്പോൾ കാഴ്ച എന്ന് പറയുന്നത് അതൊന്നും വേറെ തന്നെയാണ്. ഈ ഒരു കാഴ്ച കണ്ട് ചായ വെച്ച് കുടിക്കാന്നൊക്കെ വിചാരിച്ചതാ. ഞങ്ങളുടെ രണ്ടാളുടെ മടികാരന് ഇപ്പൊ അപ്പുറത്തെ കടയിൽ നിന്ന് 2 ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീ. ഇവിടെ നിന്ന് ഈ ചൂടുള്ള ചായ കുടിച്ച് ഈ വ്യൂ ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടാ. സീറോ ഡിഗ്രി തണുത്ത് കുറച്ചിട്ട് ചായ കുടിക്കണേ. അയ്യോ, -0 ഞാൻ പറഞ്ഞില്ലേ. സീന ചുണ്ടൊക്കെ വരഞ്ഞു പൊട്ടിട്ട് മാക്കാന്റെ പോലെയില്ലേ. ഇപ്പഴാ പറയണി കണ്ടാ, എല്ലാം ലാസ്റ്റ് പറയുള്ളവൻ ശാപം. ഇത് പിടിച്ചാ കൊടുക്കളക്ക്. ഇവിടെ ആകെ റേഞ്ച് കിട്ടുന്നത് VIക്ക് മാത്രം. ഞങ്ങളുടെ സിം പിന്നെ എയർടെൽ റേഞ്ച് എന്ന് പറയുന്ന സാധനം എടുത്തോളാം വീട്ടില്. അതുകൊണ്ട് ബായുടെ ഫോം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചത്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കാല് കുത്തിപ്പോ തൊട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇവിടെ സ്റ്റേ അടിച്ച വലുതായിട്ടൊന്നും ഇവിടെ കാണാനും ഇല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് കിട്ടണ അടുത്ത ബസ്സിൽ നേരെ കൽപ്പിക്ക് വിടാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ അടുത്ത ബസ് ഇനി എപ്പോഴാന്ന് അറിയാത്ത കാരണം സാധനങ്ങളൊക്കെ പെട്ടിയിലേക്ക് ഇനി നേരെ ബസ് സ്റ്റാൻഡിൽ പോകണോ. നല്ല രീതിയിൽ വെച്ചിക്കണ കാരണം ബ്രഷും ബെസ്റ്റ് എടുത്ത് പല്ലേപ്പ് തുടങ്ങി. ഇനി ഞങ്ങളുടെ പല്ലേപ്പ് കഴിഞ്ഞിട്ടാണ് മാഗി ഉണ്ടാക്കി തിന്നെ. നാട്ടിൽ ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് മാഗി ഉണ്ടാക്കി തിന്നാൻ പറ്റായിരിക്കും. ഇവിടെ പിന്നെ കൊടുക്കത്ത തണുപ്പായ കാരണം മിനിമം ഒരു 5-6 മിനിറ്റ് എങ്കിലും വേണം മാഗി ഒന്ന് സെറ്റ് ആയി വരാൻ. അങ്ങനെ മാഗിന്ന് ഇന്ന് വയറൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിച്ച് ബാക്കി വരുന്ന പ്ലാസ്റ്റിക് കവർ ഞങ്ങൾ അവിടെ ഇവിടെ ഒന്നും ഇട്ടിട്ട് പോകാറില്ല കേട്ടാ. കളയാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ പിന്നെ അത് ബാഗിൽ വെക്കാറാണ് പതിവ്. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും എത്തുമ്പോ ഇതേപോലത്തെ വല്ല വേസ്റ്റ് ബിൻ കണ്ടു കഴിഞ്ഞാൽ ആ നേരത്തെ ഞങ്ങളുടെ ഉള്ള എല്ലാ ചപ്പും ചവറും ഞങ്ങൾ വാരി കൂട്ടി ഇതിൽ കൊണ്ട് നിക്ഷേപിക്കട്ടെ. എന്നാ പിന്നെ ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ ഓക്കെ, ബൈ.